പുതിയ തലമുറയോട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ വലിയൊരു പരിപാടിക്കാണ് അങ്ങേ ഞാൻ ക്ഷണിച്ച് അങ്ങോട്ട് എത്തിയതിന് അങ്ങോട്ട് ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ബോംബെയിലെ ഒരു വലിയ ഷൂട്ടിംഗ് സെൻറ്ററിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഗവൺമെൻറ്റും മന്ത്രി എന്നുള്ളതിലെ ഞാനും വകുപ്പും എല്ലാം കടപ്പെട്ടിരിക്കുകയാണ്. ചെങ്ങന്നൂരിലെ ജനങ്ങളെല്ലാം കടപ്പെടണം. അങ്ങയെ ഒന്ന് കാണണമെന്ന് ചെങ്ങന്നൂർക്കാരുടെ ആഗ്രഹം എനിക്ക് സൗകര്യീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരുമ്പോൾ അങ്ങേ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇവിടെ കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്താണ് അവരോട് പറയാനുള്ള സന്ദേശം, പ്രത്യേകിച്ച് യൂത്തിനോട് പറയാനുള്ള സന്ദേശം? നമ്മൾ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ലഹരി എന്നുള്ളതാണ്, ഈ ഡ്രഗിൻ്റെ യൂസേജാണ്. കാര്യം ഞാൻ അത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. സീസൺ എന്നുള്ളൊരു സിനിമ വളരെ കാലം മുമ്പ് ചെയ്യുമ്പോൾ അന്ന് നമ്മൾ പറയുന്നുണ്ട് ആ സിനിമയിൽ കോവളം എന്നൊക്കെ ഉള്ളത് വളരെ പിൽക്കാലത്ത് ഡ്രഗിൻ്റെ വലിയ സ്ഥലങ്ങളായി മാറുമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡ്രഗ് നമ്മൾ ഒരുപാട് ഇതിനെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സിനിമയിൽ കഥാപാത്രങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന പോലെയല്ല, റിയലായിട്ട് അതൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ അതല്ല ലഹരി, നിങ്ങളുടെ ജീവിതമാണ് ലഹരി എന്നും നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ, ആ പ്രൊഫഷനോടുള്ള അതിൽ കൂടെയാണ് ലഹരി. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ലഹരി എന്ന് ചോദിച്ചാൽ എൻ്റെ സിനിമയിലൊരു അഭിനയമാണ് എൻ്റെ ലഹരി. അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ജനസേവനമാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു പ്രതിപത്തിയാണ് ലഹരിയായിട്ട് കാണുകയും ബാക്കിയുള്ള ലഹരികൾ നമുക്ക് ആവശ്യമില്ല. കാര്യം ഇത്രയും മനോഹരമായൊരു പ്ലാനറ്റിൽ ഈശ്വരൻ മനോഹരമായൊരു ജീവൻ തന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം ഈ ഡ്രഗ് എന്ന് പറയുന്നത് അത് പാടില്ലാത്തൊരു കാര്യമായിട്ടാണ് ആദ്യം പറയേണ്ടത്. ഒരുപാട് പേര് അതിൽ പെട്ട് പോകുന്നുണ്ട്. നമ്മൾ അങ്ങേക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, സ്കൂളുകളിലൊക്കെ അവിടുന്നേ ഇത് തുടങ്ങുകയാണ്. അപ്പം അവിടുന്ന് ഒരു ഭയങ്കരമായിട്ടൊരു റീവാമ്പിങ് വേണം. ഒരു വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു നല്ലൊരു തലമുറ ഇല്ലാതായി പോകും എന്നത് സങ്കടമാണ്.